പ്രവൃത്തി പഠന മേഖലയിൽ നിന്ന് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, എന്താണ് ജൈവ മാലിന്യം? ഉദാഹരണം എഴുതുക. ഉത്തരം, ജൈവ വിഘടനം നടക്കുന്ന മാലിന്യങ്ങളെയാണ് ജൈവ മാലിന്യം എന്ന് പറയുന്നത്. ഇവയെ ബയോഡീഗ്രേഡബിൾ മാലിന്യം എന്നും വിളിക്കുന്നു. ഇവ സൂക്ഷ്മാണുക്കളാൽ പെട്ടെന്ന് വിഘടിപ്പിക്കപ്പെടുകയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഉദാഹരണം, മൃഗങ്ങളുടെ മാലിന്യങ്ങൾ, കാർഷിക അവശിഷ്ടങ്ങൾ, ഭക്ഷണ അവശിഷ്ടങ്ങൾ, പൂന്തോട്ട മാലിന്യം, പേപ്പർ എക്സെട്ര. രണ്ടാമത്തെ ചോദ്യം, അജൈവ മാലിന്യം എന്നാൽ എന്ത്? ഉദാഹരണം എഴുതുക. ഉത്തരം, ജൈവ വിഘടനം സാധിക്കാത്ത മാലിന്യങ്ങളെയാണ് അജൈവ മാലിന്യം എന്ന് വിളിക്കുന്നത്. ഇവയെ നോൺ ബയോഡീഗ്രേഡബിൾ മാലിന്യം എന്നും വിളിക്കുന്നു. ഇത് സൂക്ഷ്മാണുക്കളാൽ വിഘടിപ്പിക്കപ്പെടുവാൻ സാധിക്കുകയില്ല. ഇവ കാലങ്ങളോളം പ്രകൃതിയിൽ ജീർണിക്കാതെ കിടക്കുന്നു. ഉദാഹരണം, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ഗ്ലാസ് ഉൽപ്പന്നങ്ങൾ, ചില ലോഹങ്ങൾ, കാർഷിക അല്ലെങ്കിൽ വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള രാസവസ്തുക്കൾ. മൂന്നാമത്തെ ചോദ്യം, ചിരട്ട കൊണ്ട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാമഗ്രികൾ ഏവ? ഉത്തരം, ചിരട്ട, അരം, സാൻഡ് പേപ്പർ, കത്തി. നാലാമത്തെ ചോദ്യം, ആധുനിക കൃഷി രീതികളുടെ പേരെഴുതുക. ഉത്തരം, ടിഷ്യൂ കൾച്ചർ, ലംബ കൃഷിരീതി, ഹൈഡ്രോഫോണിക്സ്, അക്വാഫോണിക്സ്. അഞ്ചാമത്തെ ചോദ്യം, ഓഫീസ് ഫയൽ നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ ഏവ? ഉത്തരം, സ്ട്രോ ബോർഡ്, ബ്രൗൺ പേപ്പർ, ലേസ് അഥവാ ചരട്, കാലിക്കോ, ഫാൻസി പേപ്പർ, പശ. ആറാമത്തെ ചോദ്യം, ഇലക്ട്രിക്കൽ വയറിങ്ങിന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും 4 വസ്തുക്കളുടെ പേരെഴുതുക. ഉത്തരം, ബൾബ് ഹോൾഡർ, സ്വിച്ച് ബോർഡ്, വയർ, ടെസ്റ്റർ, മെയിൻ സ്വിച്ച്, ELCB, MCB എക്സെട്ര. ഏഴാമത്തെ ചോദ്യം, സോപ്പ് നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ ഏതെല്ലാം? ഉത്തരം, വെളിച്ചെണ്ണ, കാസ്റ്റിക് സോഡ, ഫില്ലർ എ, ഫില്ലർ ബി, പെർഫ്യൂം, കളർ, വെള്ളം, മോൾഡ്, തവി, സ്റ്റീൽ പാത്രങ്ങൾ. എട്ടാമത്തെ ചോദ്യം, എന്താണ് വൈദ്യുത ഫ്യൂസ്? എന്താണ് വൈദ്യുത ഫ്യൂസിന്റെ ധർമ്മം? ഉത്തരം, വൈദ്യുത പരിപഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു സുരക്ഷാ സംവിധാനമാണ് വൈദ്യുത ഫ്യൂസ്. വൈദ്യുത ഉപകരണങ്ങളിൽ കൂടിയ അളവിൽ വൈദ്യുതധാര പ്രവഹിച്ച് അവ നശിച്ചു ഇരിക്കാതിരിക്കാനാണ് ഫ്യൂസ് ഘടിപ്പിക്കുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, സ്റ്റഫ് ടോയ്സ് നിർമ്മിക്കാൻ ആവശ്യമായ 4 വസ്തുക്കളുടെ പേരെഴുതുക. ഉത്തരം, ഫർ ക്ലോത്ത്, ഫെൽറ്റ് ക്ലോത്ത്, കത്രിക, IPS, സൂചി, നൂല്, മൾട്ടി കട്ടർ എക്സെട്ര. പത്താമത്തെ ചോദ്യം, പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും 4 ഉപകരണങ്ങളുടെ പേരെഴുതുക. ഉത്തരം, എൻഡ് ക്യാപ്പ്, റിഡ്യൂസർ, വാൾവ്, എൽബോ, ടീ. 11ാമത്തെ ചോദ്യം, ഏതെങ്കിലും 4 ഭക്ഷണ സംസ്കരണ രീതികൾ എഴുതുക. ഉത്തരം, സ്ക്വാഷ്, ജാം, വൈൻ, ഉണക്കി സൂക്ഷിക്കുക, ഉപ്പിലിട്ട് സൂക്ഷിക്കുക. 12ാമത്തെ ചോദ്യം, പ്രാഥമിക വർണ്ണങ്ങൾ ഏവ? ഉത്തരം, ചുവപ്പ്, മഞ്ഞ, നീല. 13ാമത്തെ ചോദ്യം, ദ്വിതീയ വർണ്ണങ്ങൾ ഏവ? ഉത്തരം, പച്ച, വയലറ്റ്, ഓറഞ്ച്. 14ാമത്തെ ചോദ്യം, 4 തരം എംബ്രോയിഡറി തയ്യലുകളുടെ പേരെഴുതുക. ഉത്തരം, ബാക്ക് സ്റ്റിച്ച്, റണ്ണിംഗ് സ്റ്റിച്ച്, സാറ്റിൻ സ്റ്റിച്ച്, ഫ്രഞ്ച് നോട്ട്, ചെയിൻ സ്റ്റിച്ച്. 15ാമത്തെ ചോദ്യം, ചന്ദനത്തിരി നിർമ്മാണത്തിന് ആവശ്യമായ 4 വസ്തുക്കളുടെ പേരെഴുതുക. ഉത്തരം, മുളങ്കമ്പ്, കരിപ്പൊടി, കുളമാവ് പൊടി, എടനപ്പൊടി.